ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പോളി വ്ലോഗ്സ്. ഇസ് മീ പോളി ഹിയർ. ഇന്ന് നമ്മൾ അടുത്തൊരു യാത്ര പോവാണ്. എങ്ങോട്ടാണെന്നില്ലേ, നമ്മൾ ഒരു ചെറിയൊരു യാത്ര പോവാണ്. നമ്മുടെ ഫ്രണ്ടില്ലേ അസ്ലമ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മുടെ ഇവിടെ, എൻ്റെ വീട് കരിക്കോടാണല്ലോ, തൊട്ടടുത്ത് ചവറയിൽ ഒരു സീക്രട്ട് ആയിട്ടൊരു ബീച്ചുണ്ട്, അധികം ആർക്കും അറിയാത്ത. അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ ബീച്ച് കാണാനായിട്ട് അവിടെ ചെല്ലുന്നത്. ആ ബീച്ചിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ, കാട്ടിൽ മേക്കതിൽ ബീച്ച്, ചവറ, നമ്മുടെ ടൈറ്റാനിയത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതായിരിക്കും ഇന്നത്തെ യാത്ര. അപ്പോൾ കണക്കെന്നെ ഇന്ന് ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പാണ്. അതുകൊണ്ട് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത്രപ്പെടുത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ID ഫോളോ ചെയ്തിട്ട് അതിലും കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അമീൻപോളി തന്നെ സെർച്ച് ചെയ്താൽ മതി, എല്ലാവരും കിട്ടും. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീടായിട്ടുള്ള കരിക്കോട് നിന്ന് മങ്ങാട് ബൈപ്പാസ് വഴി നമ്മൾ ചവറ എത്തി. ഈ വലത് സൈഡിൽ കണ്ടതാണ് ഈ ടൈറ്റാനിയം KMML എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ കട്ടിൽ മെക്കത്തിൽ ബീച്ച്. അപ്പം ഇവിടുന്ന് റൈറ്റ് അങ്ങോട്ട് തിരിഞ്ഞ് അകത്തോട്ട് കയറിപ്പോയാൽ അപ്പോൾ ഇവിടാണ്ട് ആർച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ പേരാണ് ആർച്ചിൽ എഴുതിയിരിക്കുന്നത്, കാട്ടിൽ മേക്കതിൽ ടെമ്പിൾ എന്നുള്ള. അപ്പോൾ അത് നോക്കി നിങ്ങൾ വിട്ടാൽ മതി. ഇവിടെ എല്ലാം ബോർഡിൽ എഴുതിയിരിക്കും കാട്ടിൽ മേക്കതിൽ. അപ്പം കാട്ടിൽ മേക്കതിൽ ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞുതരും. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഈ വളവും തിരിഞ്ഞ് എല്ലായിടവും ആർച്ചും ബോർഡുകളും ആരോ ബോർഡുകളും ഡയറക്ഷൻ എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നേരെ കാട്ടിൽ മേക്കതിൽ ബീച്ചിലേക്ക് തന്നെ. ഇപ്പോൾ റോഡെല്ലാം അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടുണ്ട്. ഈ വലത് സൈഡിൽ കാണുന്ന മൊത്തം ഈ KMMLൻ്റെ തന്നെ മതിലാണ്. അപ്പോൾ ആ മതിലിനോട് ചേർന്നുള്ള കുഞ്ഞ് റെഡി കൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. കുറേ ദൂരം ഇങ്ങനെ വളവും തിരിഞ്ഞുകളും എല്ലാം തിരിഞ്ഞ് നമ്മൾ നേരെ കാട്ടിൽ മേക്കതിൽ ബീച്ചിലേക്ക്. നമ്മുടെ കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം 19 സംതിങ് കിലോമീറ്ററാണ് ചവറ വരെയുള്ള ദൂരം. ആ ചവറയിൽ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രം ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാട്ടിൽ മേക്കതിൽ ബീച്ചിലെത്താം. സാധാരണ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ 35 കിലോമീറ്റർ ദൂരം കാണിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വളരെ ഷോർട്ട് കട്ടാണ്. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ 35 കിലോമീറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് 19 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രം മതിയെത്താം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബോട്ട് ചിട്ടിയുടെ അടുത്തെത്തി. നമ്മളിവിടെ വണ്ടിയുടെ കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങും എല്ലാം ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കി വെച്ച്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്, അസ്ലാമും വന്നിട്ടില്ല. ഞാൻ മുമ്പൊക്കെ വന്ന സമയത്ത് ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ ഒരു ഇച്ചിരി പോലും സ്ഥലം കിട്ടത്തില്ല. അതെങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ വെച്ച് നമ്മൾ ഇവിടെ ഒരു വള്ളമുണ്ട്, നമ്മൾ ആ വള്ളത്തിൽ കയറി വേണം ഈ കടത്തിറങ്ങി അപ്പുറത്തെത്താൻ. ഇവിടേക്ക് വരാൻ ആഗ്രഹമുള്ളവരൊക്കെ കാട്ടിൽ മേക്കതിൽ ബീച്ച് എന്നോ ടെമ്പിൾ എന്നോ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യരുത്. പകരം കാട്ടിൽ മേക്കതിൽ കാർ പാർക്കിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെറും 19 കിലോമീറ്ററും അവിടുന്ന് ഈ ബോട്ടിൽ കയറി അപ്പുറത്തിറങ്ങാൻ മാത്രം ദൂരേ ഉള്ളൂ. പക്ഷെ അതേസമയം നിങ്ങൾ മറിച്ചാണെങ്കിൽ 30 കിലോമീറ്ററിന് മേളിൽ ദൂരമാണ്. നമ്മളിപ്പോൾ TS കനാലിൻ്റെ മുകളിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വള്ളം ഒരല്പം മൂവ് ചെയ്ത് നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അധികമില്ല, നമുക്ക് അപ്പുറത്ത് നോക്കിയാൽ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും. അത്രയ്ക്ക് ചെറിയ ദൂരമേ ഉള്ളൂ. അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ സർവീസാണ്, ഇത് ഫ്രീ ആണ് സത്യം പറഞ്ഞാൽ. പിന്നെ ആണെങ്കിൽ ചില സമയത്ത് വള്ളം തുഴയുന്ന ചേട്ടന്മാർ ഒരു 10 രൂപയാണ് ചോദിക്കും. ഇവിടെ ഈ ബോട്ട് മാത്രമല്ല, ജങ്കാറും ഉണ്ട്. ഒരുപാട് ആളുകളുള്ള സമയങ്ങളിൽ ജങ്കാറിൽ കയറി നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അതുപോലെ 2 ജങ്കാറുണ്ട് ഇവിടെ. ഇവിടെ മൊത്തത്തിൽ 2 വള്ളങ്ങളും അതേപോലെ തന്നെ 2 വലിയ ജങ്കാറുകളും ഉണ്ട്.
പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് 4 സാധനവും ഒരേ സമയം യൂസ് ചെയ്താൽ പോലും കറക്റ്റായിട്ട് ആൾക്കാരെ കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളിത് വള്ളം കയറി ഇപ്പുറത്ത് കടവിൽ വന്നിറങ്ങി നമ്മളിനി മുന്നോട്ട് തന്നെ നടക്കാം. നേരെ കാണുന്നതാണ് കാട്ടിൽ മേക്കതിൽ ടെമ്പിൾ. യഥാർത്ഥത്തിൽ സംഭവം ഫ്രീ അതറിയാം. ഇത് അമ്പല കമ്മിറ്റിക്കാർ നടത്തുന്ന സംഭവം. ഇത് അമ്പലത്തിലേക്ക് വരാനും പോകാനും ഇത് ഫ്രീ സർവീസ് യഥാർത്ഥത്തിൽ. പണ്ട് അതിന് മുമ്പൊക്കെ വന്നിട്ടുള്ളപ്പോഴെല്ലാം ഫ്രീ ആയിട്ടാണ് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരൊന്നും വരാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ ഇത് പൈസ മേടിക്കുന്നത്. പക്ഷെ പൈസ മേടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഇതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ നഷ്ടത്തിലായിരിക്കും. പണ്ട് ഇതൊന്നും അല്ലായിരുന്നു, ഭയങ്കരമായ ജനങ്ങൾ വന്ന് മറിഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത്രയ്ക്കും ഭയങ്കര തിരക്കായിരുന്നു. അത് ശരി, ഹെവി ഒരു വ്യൂ, സൂപ്പർ. ഇതൊന്നും അല്ലായിരുന്നു. ഈ ഇപ്പൊ ഈ അടച്ചിട്ടേക്കുന്ന കടകളൊക്കെ അല്ലേ? ഏടാ ചുമ്മാ കളിക്കാതെ ഇങ്ങോട്ട് വന്ന് ഞാൻ അടങ്ങടാ, ഇങ്ങോട്ട് പാടാ. ആടെ ജങ്കാറ വിട്ടു. ഇതിനു മുമ്പൊക്കെ ഞങ്ങൾ അതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഫുള്ളായിരുന്നു. അതിനകത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, അമ്മാതിരി തിരക്കായിരുന്നു. അതുപോലെ ഈ സൈഡിൽ കിടക്കുന്ന കടകളൊക്കെ ഉണ്ടല്ലോ ഈ അടച്ചിട്ടേക്കുന്നത്. ഇവിടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പം ഫുള്ള് കാട് കയറി ഇതായി കിടക്കുക. അതൊക്കെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നൈസായിരിക്കും. ആ കാക്ക പറന്ന് പോകുന്ന പുളി കാക്കയല്ലടാ, അത് കിളിയാടാ. എന്തേലും ആവട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതേ കണക്കത്തെ കടകളില്ലേ, ഇതിപ്പോൾ 2-3 എണ്ണല്ലേ ഉള്ളൂ. അത് തന്നെ മിക്കതും അടച്ചിട്ടേക്കുക. അതുപോലെ ഇങ്ങനെ നിരന്ന് 2 സൈഡിലും ഫുള്ളും കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും ഇങ്ങനെ തുറന്നത്. അതെ, ഈ 2 സൈഡ് ഫുള്ള് കടകളായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആര് വരാനാണ്. ആ സമയത്തൊക്കെ ഇങ്ങനെ ഇതുവഴി കൂടെ നേരെ നമുക്ക് ഇതേണക്ക് നടക്കാൻ പറ്റില്ല. ഇടിച്ച് തെള്ളി ഞെരുങ്ങിയൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. അത്രയ്ക്കും തിരക്കായിരുന്നു ഇവിടെയൊക്കെ. കുറച്ച് ഇനി ഒരുപാടുള്ള ആണ്ട് ഈ കാണുന്ന തന്നെ ഇതാ അമ്പലം. നമുക്ക് അമ്പലത്തിന്റെ പുറത്തോട്ട് പോട്ടെ. എന്നെ ഇവൻ അമ്പലം കാണിച്ചു തരാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ കാണിച്ചു തന്ന അമ്പലം ഒരു 5-6 കടമുറികൾ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് എന്നാ സംഭവം. ഇവിടെ അമ്പലം എവിടെ? അമ്പലം ഏത് വെള്ള സാധനോ? ഏത് അതില് വെള്ള സ്വർണ്ണ കളറാ? നിന്റെ കണ്ണി വെള്ളമായിട്ട് വന്നുണ്ടോ? അത് കിളികൾ. ഗൈസ്, നമ്മളിങ്ങനെ കുറേ ദൂരം നടന്നു വന്ന് അമ്പലമൊക്കെ എത്താറായി. ആടെ പറ എന്തോ യാ മോനെ, വേറെ ലെവല്. മേഘം പഞ്ഞുകെട്ട പോലെ നൈസ് ആർച്ച് പോലെ അല്ലേ? കട്ടി. ഈ ഐലൻഡിലോട്ട് വന്ന് ഇറങ്ങിയത് മുതൽ ഒരു പ്രത്യേകതരം വൈബാണ് ഇവിടെ. മേഘം വേറെ ലെവല് ചെയ്യുന്നില്ല. മഴ പെയ്യോന്ന് ഡൗട്ടാ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു. നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അമ്പലം കാണാനല്ല, അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് ബീച്ചിലേക്ക് പോകുന്നത്. അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ചുമ്മാ പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് അമ്പലത്തിലോ? അമ്പലത്തിൽ കുറെ വിഗ്രഹമൊക്കെ കണ്ടിട്ട് വരാം. അമ്പലത്തിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് വരാം അല്ലേ? പക്ഷെ മെയിൻ പോയിന്റ് ഇതുപോലെ അതാണ് കട്ടിൽ മേക്കതിൽ വ്യൂ പോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ആൾക്കാരൊക്കെ നിൽക്കുന്നില്ല അതിന്റെ മുകളിൽ. ഇതിന്റെ പേര് കട്ടിൽ മേക്കതിൽ വ്യൂ പോയിന്റ് എന്നാണ്. ഇനിയിപ്പോൾ അത് വീഡിയോയിൽ പറഞ്ഞില്ല എന്നുള്ളൊരു പരാതിയാണ്. നമ്മൾ വന്ന അമ്പലത്തിന്റെ പേര് കാട്ടിൽ മേക്കതിൽ അമ്പലം. ഓക്കെ. ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ക്ഷേത്ര പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു ബോർഡ് തന്നെ അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നാലും ഇവിടെ ആരും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വേസ്റ്റ് ഒന്നും കാര്യമില്ല. അപ്പോൾ അത്ര എഴുതി വെച്ചിട്ട് പോലും ആൾക്കാർ ഇടുന്നു എന്നുള്ളത് ഇതൊരു. പിന്നെ അമ്പലത്തിൽ കയറുന്നവർ ആരും ചെരുപ്പിട്ട് കയറരുത്. ഇവിടെ ആണ്ട് വെളിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പാദരക്ഷകൾ വെളിയിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് ആരും എന്നിട്ടും അകത്തുള്ള പലരും ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ടാണ് നടക്കുന്നത്. ഇതൊക്കെ നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. മഴ വരുന്നത്. ഓ ഗായ്സ് കട്ട ഡാർക്ക്. ഞങ്ങളിവിടെ വന്ന ഉടനെ മഴ പെയ്യുന്നത്. ആ ചുറ്റിനും
ഭയങ്കരമായ മഴ പെയ്തു. ഞങ്ങൾ ഷീറ്റിനടി നൈസായിട്ട് കയറി നിന്ന് ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കും. ഓ ഇത്രയ്ക്കൊക്കെ വേണം. അങ്ങനെ മഴയത്ത് പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം മഴ തോരുന്നത് കാത്തിരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴയൊന്ന് തോന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കാട്ടിൽ മേക്കതിൽ ബീച്ചിലേക്ക് നടന്നു. മോനെ വേറെ ലെവൽ. അതാണ് ബീച്ച്. ഇതെങ്ങനെ ആർക്കും നേരെ അറിയാത്തൊരു സീക്രട്ട് ബീച്ചായത്. ഇല്ല, ഇതിനൊക്കെ അറിയാമായിരുന്നു. മിക്കവർക്കും അറിയത്തില്ല. ഈ കരുനാപ്പള്ളിയിലുള്ളവർക്ക് പോലും ഈ സംഭവം അങ്ങനെ അധികം അറിയത്തില്ല. ഹിന്ദുക്കൾ ഒഴിച്ച് ഒരു പ്രൈവറ്റ് ഐലൻഡിനകത്തൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു ബീച്ച്. നമ്മളിപ്പം കാട്ടിൽ മേക്കതിൽ ബീച്ചിലേക്ക് എത്തി. ഇതങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു ബീച്ചാണ്. കൊല്ലംകാർക്ക് പോലും പലർക്കും അറിയത്തില്ല. ഭയങ്കര ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബീച്ചാണ്. പോരാൻ ഈ ബീച്ചിൻ്റെ ഒരു ആകൃതി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. റാ ഷേപ്പിലാണ് ഈ ബീച്ച് ഇരിക്കുന്നത്. നോക്കിയോ, കണ്ടില്ലേ? ഇങ്ങനെയുള്ള റാ ഷേപ്പിലുള്ള ബീച്ചിനെ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിര കുറവായിരിക്കും, അല്പം സേഫായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഗുണം. നല്ല സേഫായിട്ട് ഇവിടെ വന്ന് നമുക്ക് കുളിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇതേ കണക്കത്തെ റാ ബീച്ചുകൾ വേറെ ഉള്ളത് ഗോവ ഭാഗങ്ങളിലൊക്കെയാണ്. നമ്മുടെ ഇവിടെ കൊല്ലത്ത് ഈ ഒരൊറ്റ ബീച്ചാണ് റാ ഷേപ്പിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരിക. ആ സൈഡിൽ അറബിക്കടലാണ്. അതേപോലെ തന്നെ നമ്മുടെ ആ സൈഡിൽ TS കനാൽ എന്ന് പറയുന്ന കനാലാണ്. ആ കനാൽ ക്രോസ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ കനാൽ നമുക്ക് ബോട്ട് വഴിയും വള്ളം, ജങ്കാർ, ഫെറി തുടങ്ങി പല രീതിയിൽ നമുക്ക് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇങ്ങോട്ട് ക്ലിക്കായി. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ, അതായത് നവംബറിൽ ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചിക മഹോത്സവത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ ഇവിടെ എത്തും. കൂടുതൽ ഭക്തരും തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന ഭക്തർക്ക് താമസിക്കാനായി ഈ കാണുന്ന മണൽപ്പരപ്പുകളിലെല്ലാം കുടിലുകൾ കെട്ടും അവർക്ക് താമസിക്കാൻ. ഈ വിജനമായി കിടക്കുന്ന ഈ ബീച്ചിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഒരു പ്രത്യേകതരം വൈബാണ്. ഗായ്സ്, കൊല്ലം ജില്ലയിലെ പന്മലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രം. മണികെട്ടമ്പലം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് മണികെട്ടി ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോരാഞ്ഞ് കൊല്ലം ടൗണിൽ നിന്ന് 18 കിലോമീറ്റർ മാറി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജങ്കാർ വഴിയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് പ്രവേശനം കൊടുത്തേക്കുന്നത്.
അപ്പോൾ കുറച്ച് സമയത്തേക്കുള്ളൂ, 7 മണി 7:30 വരെ ഇത് പ്രവർത്തിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേ പോകാൻ പറ്റും. അപ്പോൾ അതിനവർ എക്സ്ട്രാ മണിയും ചാർജും ഒക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഈ ജങ്കാർ സർവീസ്, അതായത് ഫെറി ഇങ്ങോട്ട് കടക്കാനുള്ളത് ഈ അമ്പലത്തിൻ്റെ കമ്മിറ്റിയുടെ വകയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കടത്ത് വരാൻ പറ്റും, ഒരു രൂപയും കൊടുക്കണ്ട. പിന്നെ അഥവാ അങ്ങനെ വള്ളങ്ങളിലൊക്കെ വരുവാണെങ്കിൽ മാത്രം വല്ല 5-10 രൂപ കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. വേറെ ചിലവുകളൊന്നും. നമ്മുടെ 5-10 രൂപ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, പേഴ്സും കാര്യങ്ങളും എല്ലാം അപ്പുറത്തായി പോയി. അപ്പോൾ ഇപ്പുറത്തോട്ട് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫോണിൻ്റെ ബാക്ക് പൗച്ചിൽ ഒരു 10 രൂപ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം വണ്ടിയും കാര്യങ്ങളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ പൈസ കൊടുക്കാൻ. ഈ TS കനാലിൻ്റെയും അതേപോലെ തന്നെ അറബിക്കടലിൻ്റെയും നടുക്കായിട്ട് ഒരു ഐലൻഡ് പോലെ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണിത്. ഇതേ കണക്ക് ദ്വീപിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള അമ്പലങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഇവിടെ കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അത്യപൂർവമായിട്ടുള്ളൊരു അമ്പലമാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മഹോത്സവമാണ്. ഈ വൃശ്ചിക മഹോത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് മറിയും, അത്രയ്ക്ക് തിരക്കാണ് വൃശ്ചിക മഹോത്സവം. അതേപോലെ തന്നെ ഈ അമ്പലം ഏത് വർഷമാണ് നിർമ്മിച്ചതെന്നോ അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ സൃഷ്ടാവ് ആരാണെന്നോ ആർക്കും അറിയത്തില്ല. അതൊരു അജ്ഞാതമായിട്ട് ഇപ്പോഴും അറിയാത്തൊരു സംഭവമായിട്ട് ഇപ്പോഴും. പക്ഷേ ഓ ഗൈസ്, അപ്പോൾ ഇതാണ് ജങ്കാർ. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നിന്ന് വരാൻ പറ്റുന്ന ഒരു വലിയൊരു ജങ്കാറാണ്. ജങ്കാർ ഇതാ സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പുറത്ത്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ തിരിച്ചെത്തിയപ്പോഴേക്കും ജങ്കാർ പോയി, പണി പാളി. ഇനിയിപ്പം അവരിനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പം വഞ്ചി വരുന്നിടം വരെ കാത്തിരിക്കണം. അതിനിപ്പോൾ പറ്റും. അതിപ്പോൾ അപ്പുറത്ത് അങ്ങോട്ട് പോയേക്കും. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. ഇവിടെ ആണെങ്കിൽ വേറെ ആരുമില്ല, നമ്മളും പിന്നെ 2-3 കടക്കാരൊക്കെ ഉള്ളു. അവരപ്പോൾ ഇവിടെ ദ്വീപിൽ പെട്ടു ഒറ്റയ്ക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇവിടെ ആരുമില്ല. പിന്നെ എന്തായാലും ആകെ ഉള്ളത് 2-3 കടക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ 9 മണി 9:30 ആകുമ്പോഴേ അവരിന്ന് ഇറങ്ങും. അപ്പോൾ അടുത്ത വെള്ളം ആ ഒരു ടൈമിലേ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ 9:30 വരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഈ ദ്വീപിലാണെങ്കിൽ ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിരകളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദ്വീപാണിത്. അതിൻ്റെ നടുക്കിൽ മണൽപ്പരപ്പ് കൊണ്ട് പരന്ന് കിടക്കുന്ന ഒരു ദ്വീപും. ആ ദ്വീപിൻ്റെ ഒത്ത നടുക്ക് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നല്ല വെട്ടമുള്ള സമയത്ത് തന്നെ വരിക. നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഒരുപാട് ലേറ്റായിപ്പോയി. ഈ അമ്പലം ഏറ്റവും കൂടുതൽ ഫേമസ് ആവാൻ മെയിൻ കാര്യം 2004 ഇവിടെ സുനാമി വന്നായിരുന്നു. അങ്ങനെ സുനാമി വന്നപ്പോൾ ഈ ദ്വീപിലുണ്ടായിരുന്ന എല്ലാ വീടുകളും സുനാമിയിൽ പെട്ട് നശിച്ചു പോയി. പക്ഷേ അമ്പലത്തിന് മാത്രം ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ അമ്പലം ഫേമസ് ആയത്. നമ്മളിവിടെ നിന്നപ്പോഴത്തേക്കിനും നമ്മുടെ ജങ്കാർ എത്തി. നമ്മൾ ജങ്കാറിൻ്റെ അകത്ത് കയറി. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വീതിയുള്ള നല്ല അടിപൊളി വലിയൊരു ജങ്കാറാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ളത്. ഇത് ഫുള്ള് ഫ്രീ ആണ്, നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ട. നമ്മളെന്തായാലും കറക്റ്റ് ടൈമിന് വന്നുകൊണ്ട് സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ജങ്കാറിൽ മിനിമം ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ജങ്കാർ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വള്ളത്തിൽ കയറി തിരിച്ച് പോവുകയാണ്. ഓ ഗൈസ്, അപ്പം അധികം ആർക്കും അറിയാതെ സീക്രട്ടായിട്ട് നിൽക്കുന്ന ഈ കാട്ടിൽ മേക്കത്തിൽ ബീച്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കണക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്തിട്ട് അതിലൂടെ ഫോളോ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്തൊരു അടിപൊളി കിടില ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ. അപ്പം വീണ്ടും വരാം.